വേറൊരാളിപ്പോൾ കല്യാണം കഴിക്കാൻ പോണ്, ആ കല്യാണം കഴിച്ചാൽ സുധിയെ മറക്കൂ എന്നാണ് ചോദ്യം. അപ്പോൾ പറയുന്നത് മറക്കില്ല, സുധീനെ ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കിനി രേണുവിനെ, തട്ടമിട്ട രേണുവിനെ കാണാം. അതുപോലെ തന്നെ പേര് മാറ്റിയ രേണുവിനെ കാണാം. പിന്നെ രേണുവിനോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, രേണു എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു പിടുത്തമില്ല. ചെയ്യാൻ പറ്റുന്ന ജീവിതമാണ് ഈ സോഷ്യൽ മീഡിയയിൽ. നിങ്ങളുടെ മുഖം എപ്പോൾ ആൾക്കാർ മറക്കുന്നോ അതോടുകൂടി നിങ്ങളുടെ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ അതങ്ങോട്ട് മാഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന തെറിയുടെ പകുതി കേൾക്കാനായിട്ട് ഒരു ഭർത്താവിന് എന്തായാലും ആവശ്യം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക. മരിച്ചവർ മരിച്ചു പോയി, ആലോചിച്ച് നമ്മൾ നമ്മൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് നശിപ്പിക്കേണ്ട കാര്യമില്ല. നിന്നെയും കുട്ടീനെയും നല്ല രീതിയിൽ നോക്കാൻ ഒരാൾ കിട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വരുന്ന ആൾ നിൻ്റെ സ്വത്തിലോ വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വരുന്നവരാണെച്ചാൽ കല്യാണം കഴിക്കരുത്. കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ കല്യാണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ അതൊരു ഡൈവേഴ്സിലേക്ക് ആയി കിട്ടും. സുധിയുടെ നല്ലൊരു മനസ്സായതുകൊണ്ട്, നല്ലൊരു മനുഷ്യനായതുകൊണ്ട്, നല്ലൊരു വ്യക്തി ആയതുകൊണ്ട്, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇപ്പം നിനക്ക് ഇതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ കാരണം അതാണ്. കാരണം എന്താ വെച്ചാൽ സുധീനെ എല്ലാവർക്കും ഇഷ്ടമാണ്. സുധീന് ഭാര്യ എന്നുള്ള നിലയിൽ നിനക്കൊരു ബഹുമാനമുണ്ട്. അപ്പോൾ ആ ബഹുമാനം കളയാണ്ട് മരിച്ചവർ മരിച്ചു, അത് പോട്ടെ, നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക. പിന്നെ ശരിക്കും എല്ലാവർക്കും അറിയണവർക്ക് അറിയാം നീ ഒരു പാവം കുട്ടിയാണെന്ന്. പക്ഷെ കുറച്ചൊക്കെ തൻ്റെ ഇടയില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല പെണ്ണുങ്ങൾ. അവരേതായുള്ള രീതിയിൽ 10 രൂപ ഉണ്ടാക്കാൻ നടക്കുന്നതിൽ നല്ല ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് രേണു. നന്നായി സംസാരിക്കാനറിയാം, വാചാലമായി സംസാരിക്കാനറിയാം, സ്നേഹിച്ച് സംസാരിക്കാനറിയാം, ഷൗട്ട് ചെയ്ത് സംസാരിക്കാനറിയാം, എല്ലാവിധ കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയെയും കൂടി കല്യാണം കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.